Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എടുത്തുകൊണ്ടിരിക്കുന്നേ. ഓക്കെ, എവിടെ വരെ എടുത്തു നിർത്തിയത്? പ്രീ ഡിസാസ്റ്റർ ഫേസിന്റെ ആ ഒരു മൂന്നെണ്ണം നമ്മൾ എടുത്തായിരുന്നല്ലോ അല്ലെ? അത് കംപ്ലീറ്റ് ആയില്ലേ? പ്ലാനിംഗ്, പ്രിപ്പയർ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ, സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതുവരെയും കംപ്ലീറ്റ് അല്ലേ? ഇവിടെ വരെയും കംപ്ലീറ്റ് അല്ലേ? നമ്മള് ഇവിടെ വരെയല്ലേ എടുത്ത് നിർത്തിയത്? നെക്സ്റ്റ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് വരെയല്ലേ എടുക്കണ്ടേ? ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ് എന്നുള്ളതല്ലേ എടുക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ, ഓക്കെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സിനോട് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ റെക്കോർഡ്സിന്റെ. ആരാണ് ചോദിച്ചത് അത്? ഡൗട്ട്സ് ഉള്ളത് എന്താണ്? ഡൗട്ട്സ് എന്നൊന്ന് മിസ്സിനൊന്ന് മെസ്സേജ് ചെയ്യാമോ? കറസ്പോണ്ടൻസിലോ? എന്താണ് കറസ്പോണ്ടൻസിൽ ഡൗട്ട് സ്വാമിക്ക്? ഫസ്റ്റ് ലെറ്റേഴ്സ് മൈക്ക് ഓൺ അല്ലേ? മൈക്ക് ഓൺ ആണല്ലോ. മൈക്ക് ഓൺ ആണല്ലോ. ഒന്ന് പറഞ്ഞു നോക്കിയേ. മിസ്സിന് മനസ്സിലായില്ല? മെസ്സേജ് അയച്ചിട്ട് മനസ്സിലായി? ഓക്കെ ഓക്കെ. അതിന് മിസ് ഫസ്റ്റ് ഇൻക്ലൂഡ് റെഫർ ലെറ്റർ ഫോമില് അഡ്മിഷൻ ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കം പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മിസ് പറഞ്ഞത് ലെറ്റേഴ്സ് മാത്രമല്ലേ പറഞ്ഞതുള്ളൂ. കറസ്പോണ്ടൻസിൽ നോർമൽ ലെറ്റർ ആണ് പറയാ, അങ്ങനെയാണ് പറഞ്ഞു തന്നത്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് കൺസൾട്ടേഷൻ ഫോം ആവുന്നുണ്ട്, കൺസെന്റ്, ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഔട്ട് പേഷ്യന്റിനെ പറ്റിയല്ലേ പറഞ്ഞേ? ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട അവരുടെ ഫോമുകള്, അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അതിനുശേഷം അവർ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോംസ് ആണ് കറസ്പോണ്ടൻസിൽ വരിക. മനസ്സിലാവണോ? അപ്പൊ ആ ഔട്ട് പേഷ്യന്റ് ആയിരുന്നില്ല, അത് കഴിഞ്ഞ് നമ്മൾ ഇൻപേഷ്യന്റ് ആക്കി അവരെ അവിടെ അഡ്മിറ്റ് ആക്കി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ എന്താണ് അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ലെറ്റർ ഫോമുകൾ സൈൻ ചെയ്ത് തരുമല്ലോ ഡോക്ടേഴ്സ്. ഇവർ അഡ്മിറ്റ് ആക്കണം, അതിനുവേണ്ടി അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റ് ഫോമുകൾ ഉണ്ടാവുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കണ്ടിന്യൂഷൻ, ആ ഒരു ഫ്ലോ നോക്കി. ഔട്ട് പേഷ്യന്റ് ആയിരുന്നു, അവരുടെ ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഉണ്ടാവും, ഫോളോ അപ്പുകൾ ഉണ്ടാവും. അതൊരു കൃത്യമായ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തി വെക്കുക. അതിനുശേഷം അവർ ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കുറെ ഫോംസ് ഉണ്ടാവില്ലേ? മനസ്സിലാവുന്നോ? അതിനുശേഷം അവര് ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻപേഷ്യന്റ് ആക്കണം, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ റെഫറലിൽ വന്നിരിക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ നേരിട്ട്, അതായത് ഇപ്പൊ ഔട്ട് പേഷ്യന്റ് ആയി വന്നിട്ട് അവിടെ അഡ്മിഷൻ റിക്വസ്റ്റ് കിട്ടി, ഡോക്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരാവാം. ഇനി അവർക്ക് എന്തെങ്കിലും പരിശോധനകൾ നടത്തണമെങ്കിൽ അതിനുള്ള കൺസേൺ ഫോമുകൾ വേണം അല്ലെ? ആ വരുന്ന പേഷ്യൻസിന്റെ, അതൊക്കെയാണ് ഈ ഒരു കറസ്പോണ്ടന്റ്, അല്ലെങ്കിൽ ഇത് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞ പത്തിരാറുകൾ മാത്രമല്ല, ഒരുപോലെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഫോമുകളൊക്കെ നമ്മൾ ഒരുമിച്ചാണ് വെക്കുന്നത്. മനസ്സിലായോ?
ക്ലിയർ ആണോ സൗമ്യക്ക് ഇപ്പോ? ഓക്കെ. അല്ല, ഫസ്റ്റ് മിസ് പറഞ്ഞപ്പോഴേ കറസ്പോണ്ടൻസ് പറയുമ്പോൾ ലെറ്ററിന്റെ കാര്യമാണ് ഇമ്പോർട്ടൻസ് ആയി പറഞ്ഞത്. ബാക്കിയുള്ളതൊന്നും അത്ര കാര്യമായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് കറസ്പോണ്ടൻസ് പറയുമ്പോൾ മൈൻഡിൽ എല്ലാവരും ലെറ്റർ എന്നുള്ള ആ ഒരു അത് മാത്രമേ വന്നിട്ടുള്ളൂ. ശരിയാ, ക്ലിയർ ആയോ ഇപ്പൊ? ഓക്കെ. ഓക്കെ. വേറെ ആരൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 2 ഡൗട്ട് ഉണ്ടായിരുന്നു. വേറൊരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. ഏതാണ്? ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിന്റെ എന്തുവല്ലേ ചോദിച്ചത്? നേഴ്സിംഗ് സ്റ്റേഷൻ, അതായത് 70 ആണ്, പേജ് 970. അതില് 70യിലും അതുപോലെ 67ലും മെഡിക്കൽ റെക്കോർഡ് ആ ഒരു 67ാമത്തെ പേജില് യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ഏതിന്റെ കീഴിൽ വരുന്നതാണ് ചോദിക്കുന്നത്? അങ്ങനെ പറഞ്ഞാലും ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഫോർമാറ്റില് ഏതിന്റെ വരുന്നതാണ്? SOMRന്റെ ആണോ? ഇതല്ലേ ഉദ്ദേശിക്കുന്നേ? ടൈപ്സ് ഓഫ് ഫോർമാറ്റിന്റെ താഴെയായിട്ട് യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് വിത്ത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അതാണ് ചോദിച്ചേ? അതെ, അതില് സാധാരണയായിട്ട് അതെ അതിന് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് അറ്റ് നഴ്സിംഗ് സ്റ്റേഷൻ എഴുതിയിരിക്കുന്നു. അതിനുശേഷം പേജ് 70യിൽ അത് തിരിച്ചു എഴുതിയിട്ടുണ്ട്. അങ്ങനെ പേജ് നമ്പർ പറഞ്ഞാലും മനസ്സിലാവില്ല. എവിടെയാണ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത്? അത് നമ്മൾ SOMRന്റെ കേസ് അല്ലേ പറയുന്നേ? SOMRല് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടത്, ആദ്യം അത് പറഞ്ഞു തരാം. SOMRല് നമ്മുടെ ഈ ഫോർമാറ്റ്, അതായത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്? ഫ്ലോ അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ടൈം ഡേറ്റ് അനുസരിച്ച് നമ്മൾ ആദ്യമുള്ളത് ആദ്യം വെക്കുന്നു. അതിനുശേഷം, അതായത് ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെയുള്ളതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെയുള്ളത്. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല. റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ന്യൂവസ്റ്റ് മുതൽ ഓൾഡസ്റ്റ് വരെ ആയിരിക്കും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വരിക. അത് മനസ്സിലായോ? ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്താണ്, റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്താണെന്ന് മനസ്സിലായോ? അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കിട്ടുമല്ലോ. മനസ്സിലായോ അത് എന്താന്നുള്ളത്? ക്രോണോളജിക്കൽ ഓർഡറും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറും ക്ലിയർ ആണോ? എന്താണ് അത് റിപ്ലൈ ഇല്ലാത്തേ? മിസ് ഒന്നും പറയാം, എന്റെ കൊച്ചു കരഞ്ഞുകൊണ്ടേ ഞാനത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറയാം, ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെ, അതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഫ്ലോ ഓഫ് ഇവന്റ്സിന്റെ ആ ഒരു ഫ്ലോയിനനുസരിച്ച് പഴയ കാര്യങ്ങൾ, അതായത് ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെയുള്ള ആ ഒരു ഓർഡറാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് അല്ലെ? അതെങ്ങനെയായിരിക്കും? അപ്പോ പുതിയത് ആദ്യം വരും, പഴയത് അവസാനം വരും, അങ്ങനെയല്ല വരിക. ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് ആയിരിക്കും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ നമ്മുടെ SOMR ഫോർമാറ്റില് യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സിംഗ് സ്റ്റേഷൻ. നഴ്സിംഗ് സ്റ്റേഷനിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് അല്ലെ? ട്രീറ്റ്മെന്റും കെയറും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫോർമസ് ഒക്കെ താഴെ ഇരിക്കുകയാണ്, അതായത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇരിക്കുന്നത് വിചാരിക്കാം. ഏറ്റവും അടിയിലായിരിക്കും അല്ലെ? അപ്പൊ വരുന്ന ഡോക്ടേഴ്സിന് കൺസൾട്ടേഷൻ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പേഷ്യൻസിന് പെട്ടെന്ന് പരിചരണം കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്, അതായത് ഏറ്റവും പുതിയതായിട്ടുള്ള റെക്കോർഡുകളും ഫോമുകളും അവരുടെ റിപ്പോർട്ടുകളും ഒക്കെ മുകളിലായിരിക്കും ഇരിക്കുക. അത് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതാണ് അവിടുത്തെ നെക്സ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദ മോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് അറ്റ് ദ ഫ്രണ്ട്. പുതിയതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ ഫ്രണ്ടിലായിരിക്കും. ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും? ബാക്കിലായിരിക്കും. അതാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ഇനി ഇവര് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോം എന്ത് ചെയ്യുന്നു? റീഓർഗനൈസ് ചെയ്യും. രണ്ടാമത് എന്ത് ചെയ്യും? പുനഃക്രമീകരണം നടത്തും.
അത് എന്ത് രീതിയിലേക്ക് ആക്കി മാറ്റും? ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് തന്നെ ആക്കി മാറ്റും. അത് ആ അവരുടെ പേഷ്യൻസിന് പരിചരണങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന അവയിൽ നിന്ന് തപ്പിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നഴ്സ് സ്റ്റേഷൻ, അതുകൊണ്ടാണ് പ്രത്യേകം നഴ്സ് സ്റ്റേഷൻ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ആ സമയത്ത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും. അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യും? അതിനുള്ള ഫോംസും കാര്യങ്ങളൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് നമ്മൾ പുനഃക്രമീകരിച്ച് എടുത്തു വെക്കുകയാണ് ചെയ്യാം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ ആണോ? ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ മാറിയോ? ഓക്കെ ആയോ? ഡിസാസ്റ്റർ മാനേജ്മെന്റിലോട്ട് വെക്കോട്ടെ? ഒന്ന് റിപ്ലൈ ചെയ്തേ. സൗമ്യക്ക് ക്ലിയർ ആയോ? സൗമ്യ ഓക്കെ ഓക്കെ മിസ് നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് പോവാണ്. ഓക്കെ നെക്സ്റ്റ് നമ്മള് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അതിന് മുൻപ് നമ്മൾ എടുത്ത് കഴിഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ. ഡിസാസ്റ്റർ മുൻപുള്ള ഫേസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ ഒരുപാട് ആസൂത്രണങ്ങൾ ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡിസാസ്റ്റർ മാനുവൽ എഴുതി തയ്യാറാക്കണം. അതിനനുസരിച്ച് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തതായിട്ട് എന്തിനൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ദ ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. ഈ പറയുന്ന ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രെയിനിങ് ആവശ്യമായിട്ട് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ആ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ നൽകേണ്ടത്? അതിൽ ഒന്നാമത്തതാണ് effective personal protection from falling debris. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഴാം അല്ലെ. ഇപ്പൊ ബിൽഡിങ്ങുകൾ ഇടിഞ്ഞ് വീഴാം, അല്ലെങ്കിൽ ചിലപ്പോൾ മരം കടപുഴകി വീഴാം അല്ലെ. അങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ വീഴുമ്പോ അതിൽ നിന്നും ആരുടെ പ്രൊട്ടക്ഷൻ വേണം? ഓരോ വ്യക്തികളുടെയും പ്രൊട്ടക്ഷൻ അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യണം? വളരെ കാര്യക്ഷമമായിട്ടുള്ള ആ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ അവർക്ക് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അപ്പൊ ഈ പറയുന്ന ഫോളിംഗ് ഡെബ്രിസ് അല്ലെങ്കിൽ വീഴുന്ന എന്തെങ്കിലും സാധനങ്ങള് അതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പെയ്ത് വീഴുന്നതിൽ നിന്നും പ്രൊട്ടക്ഷൻ, കാരണം അങ്ങനെ വീഴുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആണ് നടക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുത്തിരിക്കണം. രണ്ടാമത്തത് റെസ്ക്യൂ ഓഫ് ദ മൗണ്ടൻ എന്ന് വെച്ചാൽ എന്താ? പരിക്കേറ്റവരെ ഉടനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം അല്ലെ. ഇപ്പൊ പരിക്കേറ്റ ആളുകൾ ഉണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ പരിശീലനങ്ങൾ അപ്പൊ അവർക്ക് എന്താണ് പെട്ടെന്ന് ഒരു എന്താണ് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നു, ഒരുപാട് പേര് പരിക്കേറ്റവരുണ്ടെങ്കിൽ അവര് ഉടനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഉടനെ രക്ഷപ്പെടുത്തണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൃത്യമായിട്ട് നൽകിയിരിക്കണം. മൂന്നാമത്തത് ട്രയേജ് ഓഫ് ദ മൗണ്ടൻ. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ട്രയേജ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഇവിടെ ട്രയേജ് കൊടുക്കുക എന്ന് പറയുന്നത്? ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എന്താണ് ഒരു ട്രയേജ് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പേഷ്യൻസിന് എന്ത് ചെയ്യും? സോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. സോർട്ട് ചെയ്യാണ് ചെയ്യുക. അതായത് അവരുടെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട് ഓരോ പേഷ്യൻസും. കാരണം ഇപ്പൊ ഒരു 10 പേര് വരാണ് ഒരുമിച്ച് ഒരു ഡിസാസ്റ്റർ വന്നു. ആ ഒരു ഡിസാസ്റ്റർ ഒത്തിരി പേർക്ക് പരിക്കുകൾ പറ്റാം അല്ലെ. ആ ഒത്തിരി എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് ഒരേ സമയം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുമോ?
സാധിക്കും. ഒരേ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യും, നമ്മൾ സോർട്ട് ചെയ്യുന്നു. എന്താണ്, അവരുടെ പരിക്കിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ടുള്ള പരിക്ക് പറ്റിയ ആൾക്കാണ് ആദ്യം നമ്മുടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അല്ലെ? മുൻഗണന കൊടുത്ത് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അവർക്കാണ്. എന്നതിനനുസരിച്ച് അവരുടെ ഓരോ രോഗികളുടെയും ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ഇഞ്ചുറി, അതിനനുസരിച്ച് ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്ത് ജീവൻ രക്ഷിക്കേണ്ടവരെ നമ്മുടെ മുൻഗണനയിൽ വെക്കുന്നു. അതിനുശേഷം അതിനും കുറവുള്ളവരെ അങ്ങനെ സോർട്ട് ചെയ്യുന്നതിനെയാണ്, ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ആ ഒരു ലെവൽസ് സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അല്ലെ? പഠിച്ചിട്ടില്ലേ? അവിടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചതല്ലേ ട്രയേജ്? പഠിച്ചിരുന്നോ? ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ അങ്ങനെയുള്ള റൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി അവരെ ട്രൈ ചെയ്ത് ഇങ്ങനെ സോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ വേണം, അല്ലെ? ഓരോ പേഷ്യന്റിനെയും കണ്ട് അവർക്ക് എത്രത്തോളം ഇഞ്ചുറി ഉണ്ടായി, അത് എത്ര പെർസെന്റേജ് ആണ് അവരുടെ ഇഞ്ചുറി, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ കൃത്യമായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ സോർട്ട് ചെയ്യാൻ ഈ പറയുന്ന ട്രയേജ് നടത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് നൽകണം. നാലാമത്തത് റെസസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജുർഡ് വിക്ടിംസ്. പരിക്കേറ്റ വിക്ടിംസ് അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ള പരിക്കേറ്റവർക്ക് കൃത്യമായിട്ടുള്ള റെസസിറ്റേഷൻ, പുനരുജ്ജീവനം, ഇപ്പൊ CPR പോലെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അത് നൽകാനുള്ള പരിശീലനങ്ങൾ വേണം. ഫസ്റ്റ് എയ്ഡ്, അല്ലെ, പ്രഥമ ശുശ്രൂഷ നൽകണമെങ്കിൽ അതിനുള്ള പരിശീലനങ്ങളും ആർക്ക് ലഭ്യമായിരിക്കണം, അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും ലഭ്യമായിരിക്കണം. അടുത്തതാണ് പ്രിപ്പോസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈസ്, അതായത് സർജിക്കൽ എക്യുപ്മെന്റ്, എസെൻഷ്യൽ മെഡിസിൻസ്, ബ്ലാങ്കറ്റ് മുതലായവ. ഇതാണ് ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലെ കേസാ പറയുന്നേ. അല്ലാത്ത നാടെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഡിസാസ്റ്ററോ കാര്യങ്ങളോ വന്നാല് നമുക്ക് ഇൻഫർമേഷൻസ് തരാറുണ്ട്, അല്ലെ? ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങള് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയാറില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ കാര്യങ്ങളോ വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള്, ടോർച്ചുകള്, അല്ലെ, ലൈറ്റുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, അതായത് കേടാവാത്തതായിട്ടുള്ള ബിസ്ക്കറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മുടെ അടുത്ത്? ഇപ്പൊ ഇവിടെയൊക്കെ പ്രളയം വന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഓൾറെഡി പറയുമായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളവ, മരുന്നുകൾ, കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലില് ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലിന് തയ്യാറെടുപ്പ് അല്ലേ? അപ്പൊ ഹോസ്പിറ്റലിൽ അതിന് പകരം എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ ഇതുപോലെയുള്ള ദുരിതാശ്വാസമായിട്ടുള്ള സാമഗ്രികളുടെ മുൻകരുതൽ വേണം, അല്ലെ? അതാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് വെക്കണം, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിന് വേണ്ടത് എന്താ? റിലീഫ് സപ്ലൈസ്. നോക്കി എന്തൊക്കെയാ? സർജിക്കൽ ഉപകരണങ്ങൾ വേണം. കാരണം ഒരുപാട് പേർ ഇതിൽ ഭാഗമാവുമ്പോ അവർക്ക് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റാം, ഒരുപാട് പേരെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലുള്ള സാധനങ്ങളുടെ ലഭ്യത എപ്പോഴും ഉറപ്പാക്കണം, അല്ലെ? ഇത് തീർന്നു പോകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി സർജിക്കൽ ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് മുൻകരുതലാക്കി കണ്ടുവച്ച് അവർ ഓൾറെഡി ഉണ്ടായിരിക്കണം. അതുപോലെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമായിരിക്കണം. അതുപോലെ ബ്ലാങ്കറ്റ്സ്, കാര്യങ്ങള്, അങ്ങനെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്. അതായത് ഇപ്പം ഒരു ഡിസാസ്റ്ററോ കാര്യങ്ങളോ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓൾറെഡി ഉള്ള ആ ഒരു വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ ജലവിതരണമൊക്കെ ചിലപ്പോ മുടക്കം വരാം, അല്ലെ? ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കറണ്ടോ കാര്യങ്ങളോ വാട്ടർ സപ്ലൈ ഒന്നും ചിലപ്പോ കിട്ടണമെന്നില്ല, അല്ലെ? അപ്പൊ അത് മുൻകൂട്ടി കാണണം നമ്മള്, അല്ലെ? അല്ലാതെ ആ സമയത്ത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടി മുൻകൂട്ടി ഇങ്ങനെയുള്ള വാട്ടർ സപ്ലൈ മുതലായിട്ടുള്ള കാര്യങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് അവിടെ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പരിശീലനം നേരത്തെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും അവരെടുക്കുകയും അപ്പൊ ഇപ്പൊ ഏതൊരു നിമിഷവും നമുക്ക് അങ്ങനെ ഒരു ഡിസാസ്റ്റർ നേരിടേണ്ടി വന്നാലും എല്ലാത്തിനും ഇവർ സജ്ജരായിരിക്കും, അല്ലെ? ഒരു വാട്ടർ സപ്ലൈ കാര്യം, കാരണം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വാട്ടർ സപ്ലൈ കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്ത് വേണം, അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കണക്ഷൻ കട്ടായി പോയാലും അവിടെ അതിന് പകരമായിട്ടൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ജലവിതരണവും കാര്യങ്ങളും ഉണ്ടാക്കാനെങ്കിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുക.
ടാങ്ക് കാര്യങ്ങളൊക്കെ വെച്ച് അതിനനുസരിച്ച് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകുക, അതിനുവേണ്ടി ബന്ധപ്പെട്ട ആളുകളെ നിയമിക്കുക, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ലാസ്റ്റ് വരുന്നതാണ് അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. അതായത് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റിലീഫ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്. കാരണം ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വരുന്നു, ഓരോ വിഭാഗത്തിലുള്ള സ്റ്റാഫുകൾക്കും എന്തൊക്കെ ജോലികളാണോ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ടത്, അതിന്റെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനുവദിച്ചു നൽകുക. അപ്പൊ എല്ലാ സ്റ്റാഫുകളും ഒരേ ജോലി ചെയ്യാതെ പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പല റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഏതൊക്കെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് അത് അനുവദിച്ചു കൊടുക്കുകയും അതിനനുസരിച്ചുള്ള പരിശീലനവും നൽകുക. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി? ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ്, തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ട പരിശീലനങ്ങളാണ്. ഒന്നാമത് എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ദ പ്ലേസ്, മുകളിൽ നിന്ന് വീഴുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്ന കാര്യക്ഷമമായിട്ടുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭ്യമാകണം. അതുപോലെ തന്നെ റെസ്ക്യൂ ഓഫ് ദ വൗണ്ടഡ്, മുറിവേറ്റവരെ ഉടനടി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകണം. ട്രെയിനേജ് ഓഫ് ദ വൗണ്ടഡ് അല്ലെങ്കിൽ മുറിവേറ്റവർക്ക് മുറിവേറ്റവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി അവരെ കൃത്യമായിട്ട് അവരുടെ എന്താണ് ഇഞ്ചറി കണ്ടീഷൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും അതിനനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുമുള്ള ആ ഒരു ട്രയേജ് സംവിധാനം നിലവിൽ വരുത്താനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. വരുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള വിക്ടിംസ് അല്ലെങ്കിൽ ഇരകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള റെസിസിറ്റേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവന സംവിധാനങ്ങൾ കൊടുക്കുന്നു. ഫസ്റ്റ് എയ്ഡുകൾ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ റിലീഫ് സപ്ലൈസ്, ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതലുമായി ബന്ധപ്പെട്ട സർജിക്കൽ എക്യുപ്മെന്റ്സ് കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കുന്നു. എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് മുൻകരുതലിൽ കണ്ടുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നു, എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ബ്ലാങ്കറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ആ ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മുന്നിൽ കണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ, താൽക്കാലികമായിട്ടുള്ള ജലവിതരണം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. ആൻഡ് അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്, വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഓരോ സ്റ്റാഫുകളും ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് അനുവദിച്ച് നൽകുകയും അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളും നൽകുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, മിസ് അടുത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്. അപ്പൊ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ഒരു ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി എന്ത് ചെയ്യണം? രൂപീകരിക്കണം, അല്ലെ? അവരിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കമ്മിറ്റി ആദ്യം രൂപീകരിക്കണം. ആ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നവര്. അപ്പൊ ആ ഒരു പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഹോസ്പിറ്റലിൽ രൂപീകരിക്കുക എന്നുള്ളത്. ആ ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആണ്
താഴെ പറയുന്നവര് ആരൊക്കെയുണ്ട് നോക്കിയ മെമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ ആരൊക്കെ ഏതൊക്കെ മെമ്പേഴ്സ് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആര്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം. അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറില്ല കേട്ടോ. നോക്കിയേ, മെമ്പേഴ്സ് ഇൻക്ലൂഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവാം. മെമ്പേഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്, ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ബോർഡിൽ നിന്നുള്ള അംഗമോ അല്ലെങ്കിൽ അംഗങ്ങളോ ഉണ്ടാവാം. Then the chiefs or head of various clinical departments, ചികിത്സാപരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവിടെ നിന്നുള്ള ഹെഡ് അല്ലെങ്കിൽ ചീഫ് ആയിട്ടുള്ള ആളുകൾ. അതുപോലെ ചീഫ്സ് ഓർ ഹെഡ് ഓഫ് വേരിയസ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്സ്. ആൻസിലറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, ആണോ? ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലേ? പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? മറന്നുപോയോ? ഇതൊക്കെ ആദ്യത്തെ മോഡ്യൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ ബ്ലഡ് ബാങ്ക് ആവാം, ലബോറട്ടറി ആവാം, ഫാർമസി ആവാം, ഇതൊക്കെ ആൻസിലറി ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെഡ് അല്ലെങ്കിൽ ചീഫുകൾ ഉണ്ടാകും. Then the chief nursing superintendent or matron, chief nursing superintendent അല്ലെങ്കിൽ matron ഉണ്ടാകും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പബ്ലിക് റിലേഷനിൽ നിന്നുള്ളതും റിലേഷൻ ഓഫീസറും, അതുപോലെ ലെയേഴ്സൺ ഓഫീസർ. എന്താണ് ലെയേഴ്സൺ ഓഫീസ് എന്ന് പറഞ്ഞാൽ? നല്ലൊരു റിലേഷൻഷിപ്പ്, അതായത് മറ്റ് സ്ഥാപനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസുമായിട്ടോ എല്ലാം നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ലെയേഴ്സൺ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ലെയേഴ്സൺ ഓഫീസേഴ്സ് മുതലായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ, ലെയേഴ്സൺ ഓഫീസറിന്റെ വർക്കും കാര്യങ്ങളും. ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ചീഫ് സെക്യൂരിറ്റി ഉണ്ടാവും അല്ലെ. സെക്യൂരിറ്റിയിൽ ഒരു ചീഫ് ഉണ്ടാവില്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു മെമ്പർ ഉണ്ടാവും. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. ഹോസ്പിറ്റൽ കിച്ചൺ അല്ലെങ്കിൽ ഡയറ്ററി സർവീസുകളിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആളുകള്. ഹോസ്പിറ്റലില് വിവിധ യൂണിയനുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ യൂണിയൻസ് ഉണ്ടാവും, നഴ്സസിന്റെ യൂണിയൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ യൂണിയനുകളുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സും ഈ ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് ഫേസിലാണ് അല്ലെ. ഡിസാസ്റ്റർ വന്നതിന് മുൻപല്ലേ നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നേ, വന്നതിന് ശേഷം രൂപീകരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരാട്ടോ. അപ്പൊ ജസ്റ്റ് അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്നൊന്ന് മനസ്സിലാക്കി നോക്കി. ഇപ്പൊ എല്ലാ മേഖലയിലും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് initiation of central command structure, incident command system. The incident command system, ICS ന്റെ expanded form ചോദിക്കാറുണ്ട്, full form ചോദിക്കാറുണ്ട്. Incident command system is a standardized approach to the command
control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. ഒന്ന് അനലൈൻ ചെയ്തിട്ടോ ചോദിക്കാറുണ്ട്. ICS-ന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ ഡാഷ് ഇസ് എ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ICS എന്ന് പറഞ്ഞാൽ ഇസ് എ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച്. ഇതൊരു നിലവാരമുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനമാണ് ടു ദ കമാൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് എമർജൻസി റെസ്പോൺസ്. അതായത് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നു, അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് ഉടനടി അല്ലെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ടുള്ള ഒരു പ്രതികരണം ആ ഹോസ്പിറ്റലിൽ നൽകണം. വേണ്ടേ? ഒരു ഡിസാസ്റ്റർ വന്നാൽ അങ്ങനെയല്ലേ, പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു എമർജൻസി റെസ്പോൺസ് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എമർജൻസി റെസ്പോൺസ് കൊടുക്കാനായിട്ട് ആ ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങൾ വേണം, കൃത്യമായ ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം വേണം, കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ബൈ പ്രൊവൈഡിങ് എ കോമൺ ഹൈറാർക്കി, പൊതുവായിട്ടുള്ള ഒരു പൊതുശ്രേണി സൃഷ്ടിക്കുക within which the responders from multiple agencies can be effective. അതായത് ഇപ്പൊ ഇവിടെ ഈ ICS എന്ന് പറഞ്ഞാല് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ശ്രേണി ഉണ്ടാക്കി കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലൂടെ ഒരു വലിയ രീതിയിലുള്ളതോ ചെറിയ രീതിയിലുള്ളതുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പൊതുശ്രേണിയും പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളെയുമാണ് ശരിക്കും ഈ ICS അല്ലെങ്കിൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലൂടെ നൽകുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് മാനേജ്മെന്റ് ആണ്. ഒരു കൃത്യമായിട്ട് ഒരു ഡിസാസ്റ്റർ പെട്ടെന്ന് വന്നു, ഇപ്പൊ ഏത് സൈസിൽ ചെറിയ ഡിസാസ്റ്റർ ആയിക്കോട്ടെ വലിയ രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വലിയ എഫക്ട് കൊടുക്കുന്ന രീതിയിലുള്ളതായിക്കോട്ടെ, അത് താൽക്കാലികമായിട്ട് നമുക്ക് എന്തൊക്കെ ഉടനടി ഒരു എമർജൻസി റെസ്പോൺസ് ആ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് വേണം അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനേജ്മെന്റ്, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേണം. എങ്ങനെ ഇതിന് നിയന്ത്രിക്കാം, ആദ്യം മുതൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു പൊതുശ്രേണിയിലൂടെ ഈ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുന്നു, ഓൾറെഡി പ്രീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഓൾറെഡി മുൻകൂട്ടി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആ മുൻകൂട്ടി സ്ഥാപിച്ച ഈ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്രകാരം ഈ പറയുന്ന ഏതൊരു സ്ഥാപനത്തിൽ, അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ICS കമാൻഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഏതൊരു ഏജൻസിക്കും അത് വളരെ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫലപ്രദമാക്കി എടുക്കാൻ സാധിക്കും. ഒരു ഏതൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏതൊരു ഡിസാസ്റ്റർ വന്നാലും അതിപ്പോ ചെറിയ സൈസിലുള്ളതായിക്കോട്ടെ വലിയ രീതിയിലുള്ളതായിക്കോട്ടെ, താൽക്കാലികമായിട്ട് നമുക്ക് ഒരു എമർജൻസി റെസ്പോൺസ് കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പൊതുശ്രേണിയിലുള്ള പ്രൊസീജിയേഴ്സ് വേണം. അത് മുൻകൂട്ടി എന്ത് ചെയ്യണം, സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുൻകൂട്ടി സ്ഥാപിച്ചതായിട്ടുള്ള ആ പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനൊരു ആ ഒരു ഡിസാസ്റ്ററിനെതിരെയുള്ള ഒരു എമർജൻസി റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കൊടുക്കാനും ആ പറയുന്ന ഓരോ സംഭവങ്ങളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും നിയന്ത്രിക്കാനും അതുപോലെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം മനസ്സിലായോ? അപ്പൊ അത് ഈ ICS ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അത് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. ഈ ഹോസ്പിറ്റലുകൾക്കും ഇതുപോലെ ICS ഈ ഒരു സംവിധാനം എന്ത് ചെയ്യാൻ, ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഏതൊരു ഡിസാസ്റ്ററിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിടാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ആ ഒരു ഇൻസിഡന്റിനെ കൺട്രോൾ ചെയ്യണം, അതിനുവേണ്ടി ഏതൊക്കെ ലെവലിലൂടെ ആദ്യം മുതൽ അവസാനം വരെ ഏതൊക്കെ റോൾസിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിലൂടെ അവർ കടന്നു പോകണം, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രൊസീജിയേഴ്സിൽ ICS കമാൻഡ് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഇപ്പൊ എങ്ങനെ റെസ്പോൺസ് കൊടുക്കാം, ഒരു എമർജൻസി റെസ്പോൺസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായോ? എന്നാൽ മാത്രമേ അടുത്തത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് HICS എന്ന് വെച്ചാൽ എന്താ?
HICS എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. HICS ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം is an incident management system based on principles of the incident command system. അപ്പൊ ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഇതിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലിൽ ഒരു ഇൻസിഡന്റ് വന്നാൽ അത് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് HICS എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ആ മാനേജ്മെന്റ് നടക്കുന്നത്? ഈ പറയുന്ന ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ബേസിസില്, പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു സ്ഥാപനത്തിലും അത് ഫോളോ ചെയ്യാം അല്ലെ. ഇവിടെ ഹോസ്പിറ്റലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വങ്ങൾക്കനുസരിച്ചാണ് അവരവിടെ ഏതൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ സംഭവം നടന്നാലും കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് നടത്തുന്നത്. വിച്ച് അസിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇംപ്രൂവിംഗ് their emergency management planning, response and recovery capabilities for unplanned and planned events. അതായത് ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു? ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡ് സംവിധാനം ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ ഇങ്ങനെയുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഫോർ അൺപ്ലാൻഡ് ഓർ പ്ലാൻഡ്. ഇപ്പൊ പ്ലാൻ ചെയ്യാതെ വരുന്ന ഓരോ സംഭവങ്ങൾ ഉണ്ടാകും, പ്ലാൻ ചെയ്ത് വരുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഏതൊരു ഇവന്റ് ആയിക്കോട്ടെ, പ്ലാൻഡ് ആയിക്കോട്ടെ അൺപ്ലാൻഡ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഇവന്റ് വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു എമർജൻസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്ലാനിങ് അത് ആസൂത്രണം ചെയ്യുന്നത് മുതല് അതിനെതിരെ പ്രതികരിക്കുന്നത് മുതല് അതുപോലെ റിക്കവറി കേപ്പബിലിറ്റീസ് അതിൽ നിന്ന് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള കഴിവ്, ഇതിനുള്ള കാര്യത്തിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നമുക്ക് ഈ പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് വഴി സാധിക്കും. ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു പ്ലാനുകളും അതുപോലെ റെസ്പോൺസും അതുമായി ബന്ധപ്പെട്ട റിക്കവറി കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ICS നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും നല്ല രീതിയിൽ ആ ഒരു ഇൻസിഡന്റിനെ മാനേജ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു ഇൻസിഡന്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു സംഭവം ഒരു ഡിസാസ്റ്റർ കാര്യങ്ങളോ വന്നാൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് എന്തിന്റെ ബേസിസിലാണ് പ്രവർത്തിക്കുന്നത്? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അവരുടെ എമർജൻസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങിൽ മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റും, റെസ്പോൺസ് പ്രതികരണങ്ങളിൽ മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റും, റിക്കവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെച്ചപ്പെടുത്താൻ പറ്റും. അതിപ്പോ ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആയിക്കോട്ടെ പ്ലാൻഡ് ഇവന്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഒരു ഇൻസിഡന്റ് സ്റ്റാഫ് ഫങ്ഷൻസ്. അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കും അല്ലെങ്കിൽ ഒരു ഇവന്റ് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോ ജീവനക്കാർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കൊടുക്കും അല്ലെ. ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് സ്റ്റാഫുകൾ അതായത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവര് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യേണ്ടത്, അതിന് ഓരോരുത്തർക്കും ഓരോ പൊസിഷനുകൾ കൊടുക്കുകയും അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് ഇൻസിഡന്റ് കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ
പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. അതായത് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ്, ദുരന്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ദുരന്ത പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുകയാണ് ആരുടെ ഡ്യൂട്ടി? ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി. അത് ഓരോ സ്റ്റാഫുകളെ നമ്മൾ ഓരോ പൊസിഷനിലേക്ക് റെസ്പോൺസിബിൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ട് manage all aspects of the hospital operation, participation in operating the disaster operation. ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തം എല്ലാ വശങ്ങളിലും കൈകാര്യം ചെയ്യുക. ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും, ഏതൊക്കെ രീതിയിലാണോ ഹോസ്പിറ്റൽ ആ ഒരു ഡിസാസ്റ്ററിൽ പങ്കാളികളാവുന്നത് അതിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇൻസിഡന്റ് കമാൻഡറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ, ഇൻസിഡന്റ് കമാൻഡർ മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഒരു ഡിസാസ്റ്റർ വന്നു, ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഇൻസിഡന്റ് കമാൻഡർ ആണ്. രണ്ടാമത്തത് പബ്ലിക് റിലേഷൻ ഓഫീസർ. നമുക്കറിയാം അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ നമ്മൾ പഠിച്ചതാണ്. ഓപ്പറേറ്റിംഗ് സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ, മെഡിക്കൽ ആൻഡ് അതർവൈസ്. ഇപ്പൊ മെഡിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ അല്ലാത്തതായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ സർക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. എന്താണ്? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ, മെഡിക്കൽ ഓർ അതർവൈസ്. ഈ ഒരു ഭാഗം ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. കാരണം എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണുള്ളത് അല്ലെ. ഇപ്പൊ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫിനുള്ള ഡ്യൂട്ടി ആയിരിക്കില്ല പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാവുക. ആ ഒരു ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻസ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ, മെഡിക്കൽ ആയിക്കോട്ടെ അല്ലാത്തതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുകയാണ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? പബ്ലിക് റിലേഷൻ ഓഫീസർ ഓരോന്നും നമുക്ക് ക്ലിയർ ആക്കി പോകായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, മൂന്നാമത്തത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ട് അല്ലെ. നോക്കിയേ, ഓപ്പറേറ്റിംഗ് ആൻഡ് അലർട്ടിംഗ് ഓൾ ദ സെക്യൂരിറ്റി സ്റ്റാഫ് within the hospital and deploying them. ഇപ്പൊ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസറുകൾ ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലില്. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ കാര്യങ്ങൾ വരുമ്പോൾ അവർ അലർട്ട് ആക്കണം അല്ലെ, അവരെ പ്രവർത്തനക്ഷമമാക്കണം. അവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരെയും ഓപ്പറേറ്റ് ചെയ്യുക, അവരെ പ്രവർത്തനക്ഷമമാക്കുക, അവരെ അലർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിപ്ലോയിങ് ദം, അവരെ എന്ത് ചെയ്യുക? വിവിധ ഇടങ്ങളിലേക്ക് വിന്യസിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഓഫീസറിന്റെ ജോലി എന്താ? Operating and alerting all the security staff within the hospital and deploying them. എന്താണ്? ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരെയും ഓപ്പറേറ്റ് ചെയ്യുക, അവരെ പ്രവർത്തനക്ഷമമാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അവരെ അലർട്ട് ചെയ്യുകയും ഓരോ ജീവനക്കാരെയും കൃത്യമായ ഇടങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി ഓഫീസറുടെ ഫംഗ്ഷൻസ്. ഓക്കെ, അടുത്തത് ലിയസൺ ഓഫീസർ. ലിയസൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റ് വിത്ത് ദ അതർ ഏജൻസീസ് ടു ദ വിക്ടിംസ് ഓഫ് MCI ഓഫ് ഡിസാസ്റ്റർ. എന്താണ് MCI? നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. എന്താണ് MCI എന്നുള്ളത്? ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യം പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? MCI അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചതല്ലേ MCI. എന്താണ് MCI? വെരി ഗുഡ്, മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെ. അപ്പൊ മാസ് ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റി ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററോ വരുമ്പോ അതിന്റെ വിക്ടിംസ്, ആ ഡിസാസ്റ്ററിന് ഇരയായിട്ടുള്ള ആളുകൾ അല്ലെ, അവരെ എന്ത് ചെയ്യുക? കൊളാബറേറ്റ് വിത്ത് അതർ ഏജൻസീസ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യാം? മറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടൊരു എന്താണ് ഒരു കൊളാബറേഷൻ ചെയ്യണം അല്ലെ, ഒരു പങ്കാളിത്തം ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ട് അതുപോലെ പ്രൊവൈഡിംഗ് റെസ്ക്യൂ ആൻഡ് റിലീഫ്, കൃത്യമായിട്ടുള്ള ദുരിതാശ്വാസവും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള റെസ്ക്യൂ, അവരെ മുക്തരാക്കുകയും അവർക്ക് അതിനുള്ള ആശ്വാസവും കൊടുക്കുകയും
കൊടുക്കുക, റിലീഫ് കൊടുക്കുക. ലയസൺ ഓഫീസർ പ്രധാനമായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് ഇപ്പൊ ഈ ഒരു MCA അല്ലെങ്കിൽ മാസ് കാഷ്വാലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഡിസാസ്റ്ററിൽ വരുന്ന അതിന്റെ വിക്റ്റിമായിട്ടുള്ള ഇരയായിട്ടുള്ളവർക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവരിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള എന്താണ് ഹെൽപ്പോ അസിസ്റ്റൻസോ ഒക്കെ സഹായകമാക്കുക എന്നുള്ളതാണ്. ആ വിക്ടിംസിന് അവർ വരുന്ന ഇരകൾക്ക് അല്ലെങ്കിൽ അതിന് ബാധിതമായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സഹായങ്ങൾ മറ്റുള്ള ഏജൻസികളിൽ നിന്ന് വേണമെങ്കിൽ അത് അവരുമായിട്ട് സഹകരിച്ച് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് റെസ്ക്യൂ ആൻഡ് റിലീഫ്, ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളുടെ ആ ഒരു ആശ്വാസവും അതുപോലെ അവരെ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളിൽ നടത്തുക, അവരെ അതിൽ നിന്നും റിലീഫ് അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസവും നൽകുക. അടുത്തതാണ് പ്ലാനിംഗ് ചീഫ്. പ്ലാനിംഗ് ചീഫ് എന്തായിരിക്കും? റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്, അല്ലെ? ഈ ഒരു ഡിസാസ്റ്റർ വന്ന ഒരുപാട് ജീവനക്കാർ അവിടെ വേണം. അവരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അവരെ കൃത്യമായ ഇടങ്ങളിലേക്ക് ജോലികൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് വിന്യസിപ്പിക്കണം, അല്ലെ? അപ്പൊ അതാണ് ശരിക്കും പ്ലാനിംഗ് ചീഫിന്റെ ജോലി. റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്, മനുഷ്യശക്തിയുമായി ബന്ധപ്പെട്ട ആസൂത്രണമാണ് എന്താണ് പ്ലാനിംഗ് ചീഫിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്, അവിടെയുള്ള ഓരോ എംപ്ലോയീസും എന്തൊക്കെ ജോലികൾ ചെയ്യണം, ഏതൊക്കെ ജോലികളാണ്, എവിടെ നിന്നാണ് അവർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം. ഓപ്പറേഷൻ ചീഫ് എന്ന് പറയുമ്പോൾ നോക്കി കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്, എല്ലാ രോഗി പരിചരണ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു ചുമതല ആർക്കായിരിക്കും? ഈ ഓപ്പറേഷൻ ചീഫിനായിരിക്കും. അപ്പൊ അവിടെ കൊടുക്കുന്ന ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന എല്ലാ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ രോഗി പരിചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകളും ഈ പറയുന്ന ഓപ്പറേഷൻ ചീഫിനായിരിക്കും. അടുത്തതാണ് ലോജിസ്റ്റിക് ചീഫ്. ലോജിസ്റ്റിക് ചീഫിന്റെ എന്താണ്? ഇൻചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള എല്ലാ സപ്പോർട്ട് സർവീസുകളും സഹായ സേവനങ്ങളുടെയും ഇൻചാർജ് അല്ലെങ്കിൽ ചുമതലയാണ് ലോജിസ്റ്റിക് ചീഫിനുള്ളത്. അടുത്തതാണ് ലാസ്റ്റ് വൺ ആണ് ഫിനാൻസ് ഓഫീസർ. ഈ ഫിനാൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ടുകൾ. ഇപ്പൊ ഒരു എമർജൻസി വന്നാൽ അതിനനുസരിച്ചുള്ള എമർജൻസി ഫണ്ടുകൾ അനുവദിച്ച് നൽകുക. ക്ലിയർ ദ വേ ഫോർ എമർജൻസി പർച്ചേസസ്. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എമർജൻസി പർച്ചേസുകൾ നടത്തണമെങ്കിൽ അപ്പൊ നമുക്ക് ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അവരുടെ ആ ഒരു എമർജൻസി പർച്ചേസ് നടത്തണമെങ്കിൽ അതിനുള്ള രീതികൾ അല്ലെങ്കിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുക, അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുക, അതുപോലെ തന്നെ എമർജൻസി ഫണ്ടുകൾ ആവശ്യമാണെങ്കിൽ അത് അനുവദിച്ച് നൽകുക. ഇതൊക്കെയാണ് ഫിനാൻസ് ഓഫീസറുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. 8 എണ്ണം പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണേ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്. അപ്പൊ നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഓരോ ജീവനക്കാരെയും നമ്മൾ കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് കൃത്യമായ ജോലികൾ ഏൽപ്പിച്ച് അവരെ ഓരോ ഇടങ്ങളിലായിട്ട് എന്ത് ചെയ്യാറുണ്ട്?
അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ, അവരത് ചോദ്യങ്ങൾ കൊടുത്ത് അവർക്ക് അതിൻ്റെതായ ജോബും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായ ജോബ് കാർഡുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. അപ്പൊ അവരുടെ ജോലി, അതായത് ഈച്ച് ആൻഡ് എവരി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട്, അവരുടെ ആ ഒരു ഓർഗനൈസേഷണൽ ചാർട്ടില് ഈച്ച് ആൻഡ് എവരി പൊസിഷൻ, ഏതൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള ജോബ് കാർഡുകൾ, അവരുടെ ജോബുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാർഡുകൾ തയ്യാറാക്കി നൽകുക. അതായത് ദ കോംപ്രഹെൻസീവ് സ്റ്റോർ സേഫ്ലി ഇൻ ഡിസാസ്റ്റർ മാനുവൽ കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്, ഓരോ ഏരിയയിലേക്കും കൃത്യമായിട്ട് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസാസ്റ്റർ മാനുവൽ കൊടുക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലെ, ആദ്യം പറഞ്ഞതാണ് ഡിസാസ്റ്റർ മാനുവൽസ് എല്ലാ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലായിടങ്ങളിലേക്കും കൊടുക്കണം അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലായിടങ്ങളിലും അത് ലഭ്യമാക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞതല്ലേ, ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കണം എന്ന് പറഞ്ഞപ്പോ അല്ലെ. ഇനി അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനുവൽ അവർക്ക് ലഭ്യമാക്കി നൽകണം. എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർക്ക് ആ ഒരു ഡിസാസ്റ്റർ മാനുവൽ എടുത്ത് നോക്കാനും, അതുപോലെ തന്നെ കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ് ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ് വിത്ത് ദ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ, ഈ എമർജൻസി മാനേജ്മെന്റ് പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഏരിയാസിലും കൃത്യമായിട്ടുള്ള കളർ കോഡുകൾ, അതായത് പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത് ഓരോ കളർ കോഡ്, അതായത് കളർ റെഡ് എന്തിനെ സൂചിപ്പിക്കുന്നു, ബ്ലൂ എന്തിനെ സൂചിപ്പിക്കുന്നു, യെല്ലോ എന്തിനെ സൂചിപ്പിക്കുന്നു, അപ്പൊ അങ്ങനെയുള്ള കളർ കോഡുകൾ കാണിക്കുമ്പോൾ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് മനസ്സിലാവണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായ കളർ കോഡുകൾ അത് ലാമിനേറ്റ് ചെയ്ത് ഈ പറയുന്ന എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ വർക്ക്ഔട്ട് ആക്കുന്ന എല്ലാ ഏരിയകളിലും എന്ത് ചെയ്യണം, സേഫ് ആയിട്ട് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. അടുത്തത് ചെക്ക് ലിസ്റ്റ്. എന്താണ് ICS എന്ന് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം? അതിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള, അതായത് ഓരോരുത്തർക്കും നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് ഉണ്ടാക്കും. ഓരോ ജീവനക്കാരും എത്ര പേര് ഇന്ന ഏരിയയില്, എത്ര പേര് ഇന്ന ഏരിയയില്, ഇന്ന സ്റ്റാഫുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഓരോ പൊസിഷനിലുമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു ജോബ് കാർഡുകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ, അവരെന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തയ്യാറാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കണ്ടേ. അതായത് എനിക്ക് കുറച്ച് ജനറൽ ആയിട്ട് പറയുന്നതിനും കാര്യം അവരുടെ ഓരോ ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്ക് അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഡിസാസ്റ്റർ മാനുവൽ കൊടുക്കുക, കളർ കോഡുകൾ കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ ഏരിയയിലും ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ ഒരു കോഡ് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഉള്ളും ബൈഫാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഒരു കളർ കോഡ് പറയുന്നു, നമുക്ക് ആ ഒരു കളർ കോഡ് ചിലപ്പോ ആ ഒരു സ്റ്റാഫിന് ചിലപ്പോ അറിയില്ലായിരിക്കും, ചിലപ്പോ മാറിപ്പോവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കോഡുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് ലാമിനേറ്റ് ചെയ്ത് എല്ലാ ഏരിയയിലും വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇന്നൊരു കോഡാണ് കിട്ടുന്നത്, പിന്നൊരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇന്ന പ്രശ്നമാണ് എന്ത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ലാമിനേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കളർ കോഡിന് ഇതിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ മാറിപ്പോവാം, അല്ലെങ്കിൽ തെറ്റിപ്പോവാം, ചിലപ്പോൾ മറന്നു പോവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഡിസാസ്റ്റർ മാനുവൽസ് എല്ലാ മേഖലയിലും കൊടുക്കുക, കൃത്യമായിട്ട് കളർ കോഡുകൾ എല്ലാ ഏരിയയിലും ലാമിനേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്, പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവന് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങി, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ കൊടുക്കുക. അതായത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നു, ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടാവില്ലേ, നിർബന്ധമായിട്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആ ചെക്ക് ലിസ്റ്റ് നോക്കി ചെക്ക് ചെയ്യാം, ഞാൻ ഇന്ന കാര്യം ചെയ്തോ, ഞാൻ ഇന്ന കാര്യം ചെയ്തോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ തെറ്റുകളുണ്ടാവുന്ന സിറ്റുവേഷൻ വരുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കുറെ ചെക്ക് ലിസ്റ്റുകൾ, ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. അപ്പൊ അവർക്ക് ചെക്ക് ചെയ്യാം, അവർ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ഇന്ന കാര്യം ചെയ്തോ, ചെക്ക് ചെയ്തപ്പോ ചെക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഏതാണ്, അത് ഞാൻ ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവിടെ പ്രവർത്തനക്ഷമമാക്കിയോ.
മൂന്നാമത്തത് ഞാൻ അത് ചെയ്തോ, അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെക്ക് ലിസ്റ്റുകൾ, അതായത് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ, ജോലി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽസിന് കൊടുക്കുക. Then information needed for the individual. ആ ഓരോ ഇൻഡിവിജ്വലിനും ഈ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻ ആവശ്യമാണോ ആ ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. Then color coded for different categories of staff. വിവിധ കാറ്റഗറിയിലുള്ള ജീവനക്കാർക്ക് എല്ലാവർക്കും അവർക്ക് എന്ത് ചെയ്യുക, കൃത്യമായ കളർ കോഡുകൾ നൽകുകയും, അതായത് ഇപ്പോ ഇന്ന സ്റ്റാഫ്, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിലുള്ള ജീവനക്കാര് ഇന്ന കളർ കോഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഓരോ ജീവനക്കാർക്കും അതിൻ്റെതായിട്ടുള്ള യൂണിഫോംസും കാര്യങ്ങളും ഇല്ലേ? അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവരെ. ഇന്ന ഡോക്ടർ ഏതാണ്, നഴ്സസ് ഏതാണ്, അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഡിസാസ്റ്റർ വരുമ്പോ അവിടുത്തെ ജീവനക്കാർക്കും ഇതേ രീതിയിലുള്ള കളർ കോഡുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർ ഇന്ന മേഖലയിൽ ഇന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ്, അവർ ഇന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ് എന്ന് മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? മിസ് പറയുന്നത് ക്ലിയർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡില് പ്രധാനമായിട്ടും പറയുന്നത് അത് ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ഓരോ ജീവനക്കാർക്കും അവരുടെ ജോലി എങ്ങനെയുള്ള ജോലിയാണ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡിസാസ്റ്റർ മാനുവൽ കാര്യങ്ങൾ എല്ലാ രീതിയിലും സജ്ജമാക്കുക, കളർ കോഡുകൾ കൃത്യമായിട്ട് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക, അതുപോലെ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ വർക്ക്ഔട്ട് ആവുന്ന ഓരോ ഏരിയയിലും കൃത്യമായിട്ട് ഈ ഒരു കളർ കോഡുകൾ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ ചെക്ക് ലിസ്റ്റുകൾ, കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുക, അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് നൽകുക. അതുപോലെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കളർ കോഡുകൾ സെറ്റ് ചെയ്ത് ആ കളർ കോഡുകളിലുള്ള ഡ്രസ്സുകൾ ധരിച്ചായിരിക്കണം അവർ എന്താ വേണ്ടത്, ആ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു യൂണിഫോം ആയിരിക്കും, ഒരു കളർ കോഡായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു കോഡായിരിക്കും, നഴ്സസിന് വേറൊരു ഇതായിരിക്കും അല്ലെ. അവിടുത്തെ സ്വീപ്പേഴ്സ് അല്ലെങ്കിൽ അവിടെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേറെ ഡ്രസ് കോഡായിരിക്കും അല്ലെ. അപ്പൊ അവര് നമുക്ക് ഓരോരുത്തരെയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലേ അവർ ഇന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവർക്കും ഇതേ രീതിയിൽ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾക്ക് ഡിഫറെന്റ് കളർ കോഡുകൾ കൊടുത്തുകൊണ്ട് അവരെ വേർതിരിക്കുക. ക്ലിയർ ആണോ? പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഡേ വരുമ്പോ അതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗം എടുക്കാം. ഓക്കെ, താങ്ക് യു.